നിങ്ങൾ ലവ് എനർജിയിൽ എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു നിമിഷം കേൾക്കേണ്ടത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടത്. ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത്? ഓക്കെ, ഈ ഒരു ടൈമില് നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങളുള്ളത്. ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്താ പറയാ, ചിലപ്പോൾ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, കരിയറും റിലേഷൻഷിപ്പുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. ഐ എം സോറി. ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ കുറച്ച് എന്താ പറയാ, അതില് സ്റ്റിക്ക് ഓൺ ആയിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ചിലപ്പോ നിങ്ങളുടെ ലവ് ലൈഫും അതുപോലെ കരിയറുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ആണ്. അത് മുന്നോട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ കുറച്ചൊന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോ നിങ്ങളുടെ ലവ് എനർജി കാണുന്നത് എന്താ പറയാ, നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്. മറ്റുള്ളവർ എന്ത് തന്നെ വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ, എൻ്റെ ലൈഫ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, ജസ്റ്റ് ഇഗ്നോർ ദം എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം. മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ലവ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ എന്താ പറയാ, റീബിൽഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എന്താ പറയാ, നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും സാഡ് ഫീലിൽ തന്നെ ആയിപ്പോവും. സോ ഓരോന്നിനും കൊടുക്കേണ്ട ആ ഒരു എനർജി നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ എന്തെല്ലാം ഫോക്കസ്ഡ് ആകേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കി, സ്വന്തം ഇൻഡ്യൂഷന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ലൈഫിൽ ഒരു മിതത്വം ഒക്കെ പാലിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു സ്ഥിര ഉത്സാഹം. ഇപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് എനർജി പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എന്താ പറയാ, നമുക്കൊരു കൺഫ്യൂഷൻ ഇവിടെ വന്നിരുന്നല്ലോ, അത് ഏതിലാണെന്ന് നമുക്ക് അറിയില്ല. നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങൾ എന്തിലാണ് കൺഫ്യൂസ്ഡ് എന്നുള്ളത്. സോ അതിങ്ങനെ ആലോചിച്ച് ഒന്നിൽ ഫോക്കസ്ഡ് ആയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ട, അങ്ങനെയുള്ള ഒരു തോട്ട് ഉള്ളിൽ ഉണ്ടാകാതിരിക്കുക. ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ ഒരു ലൈഫിലെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരൂ എന്നുള്ളതും ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. Okay guys, hope you like this video. Stay tuned. Have a beautiful day.